വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ഓ വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. അപ്പൻ ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. അപ്പൻ ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. ആത്മാവിനെ അധികമായി നൽകുമെൻ സ്വർഗപിതാവ്. ഓ ആത്മാവിനെ അധികമായി നൽകുമെൻ സ്വർഗപിതാവ്. വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂൺ 16 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മളെ ഒരുക്കിയ ആ നല്ല അവസരങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവിന് എന്നെക്കുറിച്ച് ഉള്ള ആ വലിയ ഉദ്ദേശത്തെക്കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം വിളിക്കുമ്പോൾ അവർക്ക് ദൈവം വാഗ്ദത്തമായി നൽകിയത് കനാൻ ദേശമാണ്. വലിയ സമ്പന്നതയുടെ ദേശമാണ്, സമ്പത്താണ്, വലിയ നന്മയുടെ അനുഭവത്തെയാണ് ദൈവം അവർക്ക് വാഗ്ദത്തമായി നൽകിയത്. ഹല്ലേലൂയ. എന്നാൽ അവർ മരുഭൂമിയിലായിരിക്കുന്ന സമയത്ത് അവർക്ക് മന്ന കൊടുക്കുവാനിടയായി തീർന്നു. അത് മന്ന കൊടുത്തതിന് കാരണം അവർക്ക് അപ്പം വേണം, ഇറച്ചി വേണം എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കുമ്പോഴാണ് ദൈവം അവർക്ക് സ്വർഗത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ദൂതന്മാർ ഭക്ഷിച്ചിരുന്ന ആ നന്മയെ ആ ഭൂമിയിൽ കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവവചനം വായിച്ചാൽ നമുക്കറിയാം, ദൂതന്മാരുടെ ഭക്ഷണം അവർ ഭക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം അവരെ ആ സമയത്ത് നടത്തിയത് സ്വർഗത്തിലുണ്ടായിരുന്ന അതേ കാര്യത്തെ ഭൗമമണ്ഡലത്തിൽ, അതായത് ഭക്ഷിക്കുവാൻ കഴിയുന്ന വിധത്തിൽ അവർക്കത് കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മളിപ്പോഴായിരിക്കുന്ന കാലഘട്ടം അതേ കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. സ്വർഗത്തിലായിരിക്കുന്ന ചിലതിനെ നമുക്ക് ഭൂമിയിൽ അനുഭവിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം ഭൂമിയിലെ വിളവ് എന്നവർ അനുഭവിച്ചോ അന്നവർക്കത് നിൽക്കുവാനിടയായി വലിയ സമ്പന്നതയിലേക്ക് കർത്താവ് അവരെ കൊണ്ടുപോയി. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വലിയ സമ്പന്നതയുടെ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്കാണ് കർത്താവ് വിളിച്ചത്. ആ നന്മയിലേക്ക്, അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയെന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നിറവ് നിങ്ങളുടെ ലൈഫിലുണ്ടാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. മന്ന എന്ന് പറയുന്നത് ഡെയിലി പ്രൊവിഷനാ. അവരാരും സമ്പന്നരായില്ല. അടുത്തിരിക്കുന്നവരോട് പറ, മന്ന എന്ന് പറയുന്നത് ഡെയിലി പ്രൊവിഷനാ. അവരാരും എന്തായില്ല, സമ്പന്നരായില്ല. എന്നാൽ നിങ്ങൾക്കറിയാവോ, യോശുവയുടെ കാലത്ത് മന്ന നിന്നുപോയി.
പക്ഷെ അന്ന് മുതൽ അവർ സമ്പന്നരാകാൻ തുടങ്ങി. Hallelujah. Ribalasho. കൊണ്ട് കയറുന്നോന്ന് എനിക്ക് അറിയത്തില്ല. അടുത്തിരിക്കുന്ന ആളെ കൈ എടുത്തിട്ട് പറ, ഡെയിലി പ്രൊവിഷൻ വേണ്ട. Daily provision വേണ്ട. Amen. പറ, ഡെയിലി പ്രൊവിഷൻ വേണ്ട. 2 വർഷത്തേക്കുള്ളത് ഒരുമിച്ച് വരട്ടെ. Amen. Hallelujah. ഒരു ജീവിതകാലം മുഴുവൻ അറിയോ, ജോസഫ് മിസ്രൈമിനെ സമ്പന്നനാക്കിയത് ഡെയിലി പ്രൊവിഷൻ കൊണ്ടല്ല, അതങ്ങോട്ട് ശേഖരിച്ചു വയ്ക്കുന്ന വിധത്തിൽ. ഞാൻ സഭയോടൊരു ദൂത് പറയട്ടെ, സഭയുടെ ഡെയിലി പ്രൊവിഷന്റെ കാലഘട്ടം തീരുവോ? നിങ്ങളുടെ ഡെയിലി പ്രൊവിഷന്റെ കാലം തീരുവോ? ഇതെന്റെ ചർച്ചിലെ അക്കൗണ്ടന്റ് നോക്കുന്ന സഹോദരന്മാർ കൂടെ കേട്ടോ. സഭയുടെ ഡെയിലി പ്രൊവിഷൻ മാറുവോ? എന്റെ പാസ്റ്റേഴ്സിന്റെ ഡെയിലി പ്രൊവിഷൻ മാറുവോ? We are getting to another realm. അവർ മിസ്രൈമിലേക്ക് കടക്കണേക്കാൾ മുമ്പ് ആദ്യ വിളവെടുപ്പിന്റെ സമ്പന്നത അവർ അനുഭവിച്ചു. എങ്കിൽ ദൈവമക്കളായി ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ ആ റിലത്തിലേക്ക് കയറുക. അടുത്തിരിക്കുന്നവരോട് പറ, കാക്ക വേണ്ട. വേറെ ആളോട് പറ, മഞ്ഞയും വേണ്ട. തലയിൽ കൂടെ വരുന്നില്ല നിങ്ങൾക്ക്? ഞാൻ കാക്കയെ പറയത്തുള്ളായിരുന്നു. സ്വർഗനോട് ചോദിച്ചോടാ, കാക്ക വരുവാണെങ്കിൽ എല്ലാ ആവശ്യത്തിനുള്ള കാര്യം നടക്കത്തുള്ളൂടാ. പക്ഷെ ഞാനൊരാളെ അനുഗ്രഹിക്കുന്നത് ആവശ്യത്തിനല്ല, കവിഞ്ഞ് ഒഴുകുന്ന വിധത്തിലാണ്. ആവശ്യം നടക്കുന്നവരവിടെ ഇരിക്കട്ടെ, ദൈവമേ എന്റെ ആവശ്യം നടത്തണേ, ലെറ്റ് ഗോ. പക്ഷെ പ്രൊവിഷൻ അതിനല്ല ദൈവത്തിന്റെ ആഗ്രഹം, അത് സമൃദ്ധിയുടേതാ. സൗരങ്ങളെ, ആത്മമണ്ഡലത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് എടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ. ആത്മമണ്ഡലത്തിലുള്ളതോ നിങ്ങൾക്ക് ഭൗമമണ്ഡലത്തിൽ ദൈവം തരാൻ പോവുക. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ തലം കഴിയുക, അടുത്തൊരു പ്രതലം വരുക. ഞാൻ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോവുകയും സ്റ്റേജിൽ നിൽക്കുകയും എല്ലാ ദിവസവും പ്രസംഗിക്കാൻ പോവുകയും ചെയ്താലേ ചർച്ച നടക്കും എന്നുള്ള രീതിയിലായി ചർച്ച ഇപ്പോൾ പോകുന്നത്. ഞാനതുകൊണ്ട് കഴിഞ്ഞ നവംബറിന് മുമ്പ് ആ പരിപാടി ക്ലോസ് ചെയ്തു. ഞാൻ ചർച്ച് ഈസ് നോട്ട് മൈൻ, എൻ്റെ അല്ല സഭ, കർത്താവിൻ്റെയാ. സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ കൊണ്ട് സഭ നയിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ കയ്യിൽ നീക്കിയിരിപ്പ് വരികയാ. കണ്ടോ, സ്വർഗത്തിലുണ്ടായിരുന്ന ഭക്ഷണം ഭൗമമണ്ഡലത്തിലേക്ക് വെളിപ്പെട്ടു. അത് അവരുടെ കൈ കൊണ്ടുണ്ടാക്കിയതല്ല, ആകാശത്തുനിന്ന് വീണതാ. നിന്റെ അധ്വാനത്തിലല്ല, സ്വർഗീയ പ്രൊവിഷനിൽ സൂപ്പർ നാച്ചുറലായി ജീവിക്കണം. ഞാൻ വിഷനും സ്വപ്നവുമാണ് പറയുന്നത്. സ്വർഗത്തിലെ പദ്ധതി സ്ഥിരമായിരിക്കുന്ന പദ്ധതി ഈ ഭൂമിയിൽ നടപ്പാക്കണേക്കാൾ മുമ്പ് നിന്നെ അറിയിക്കുന്നതാണ് സ്വപ്നം. ആ സ്വപ്നം ആർക്കെങ്കിലും കിട്ടിയ അവരൊരു തീരുമാനം എടുക്കണം. ഐ ആം ഗോയിങ് ടു ബി ദ ഫ്രണ്ട് റോ. ഞാനതിന് മുമ്പിൽ നിൽക്കും. വ്യക്തിപരമാണെങ്കിൽ വ്യക്തിപരമായിട്ട്, അല്ല സഭയ്ക്ക് വേണ്ടിയാണെങ്കിൽ സഭയ്ക്ക് വേണ്ടി. ലഭിച്ച ആളാണ് റെസ്പോൺസിബിൾ പേഴ്സൺ ടു സ്റ്റാൻഡ് ഇൻ ദ ഫ്രണ്ട്.
എൻ്റെ കൂടെ എത്തിയോ? ഒരു നല്ല ഹാമേൻ പറയാവോ? Amen. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നപ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും എവിടെ നിന്നുണ്ടായതാ? So, സ്വർഗത്തിൽ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, yes. സഭയെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. Yes. അത് ഈ ഭൂമിയിൽ ദൈവം എക്സിക്യൂട്ട് ചെയ്യുക. Thank you, Jesus. അതിനേക്കാൾ മുമ്പ് ദൈവം നിങ്ങളെ അറിയിക്കുന്നത് അത്. Hallelujah. നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ആരാന്ന് വല്ലതും മനസ്സിലായോ? Shabba-ba-ba-ba-ba. നിങ്ങളോടത് പങ്കുവെക്കണമെങ്കിൽ ദൈവത്തിന്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം അറിയാവോ? Rishala-ba-ba-ba-ba-ba. Rikalo. Thank you, Jesus. നീ വാല്യുബിൾ ആണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ Hallelujah. ഈ ദിവസങ്ങൾ നീ നടക്കുന്നത് സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും. Ba-ba-ba-bo. Yes. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, ഒരു സ്വപ്നവും ചെറുതായി കാണരുത്, ഒരു സ്വപ്നവും ചെറുതായി കാണരുത്. ഒരു ദർശനവും ചെറുതായി കാണരുത്. ഇറ്റ്സ് എ പ്ലാൻ. Yes. Amen. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. Hallelujah. അത് എഴുതി വെക്കണം, സീരിയസ് ആകണം. Yes, yes. നിങ്ങൾ കണ്ട ദർശനങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾ എത്ര പേര് എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെക്കണം, കാണണം, വായിക്കണം. ഞാനത് പടം വരച്ച് വെച്ചേക്കുക. എന്നിട്ട് പറയും, ഇങ്ങനെയാണ് ഹോസ്പിറ്റൽ ഇരിക്കുന്നത്, Shabba-ba-ba-ba. ഇങ്ങനെയാണ് ആ ബൈബിൾ കോളേജ് ഇരിക്കുന്നത്, Rika-ba-ba-ba-ba. ഇങ്ങനെയാണ് ആളുകൾ താമസിക്കാനുള്ള സെന്ററുകൾ ഇരിക്കുന്നത്. ഇവിടെ ഒരു ഹോള് കാണും, അവിടെ ഒരു ഹോള് കാണും, അവിടെ വേറൊരു ട്രെയിനിങ് സെന്റർ കാണും. ഇറ്റ് ഈസ് ഡിസൈൻഡ്. Hallelujah. കാരണം എന്റെ കയ്യിലാണ് വിഷൻ തന്നത്. Yes. ഞാനാണ് മണ്ടനെ പോലെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. Rimala-sho. ഒന്നും കൂടെ പറയാവോ? വിഷനും സ്വപ്നങ്ങളും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന പദ്ധതിയെ Yes. ഭൂമിയിൽ നടപ്പാക്കേണ്ടതിന് വേണ്ടി ദൈവം എന്നെ അറിയിച്ചിരിക്കുക. Amen. ഒന്നും കൂടെ പറ, സ്വർഗത്തിൽ സ്ഥിരമായ പദ്ധതിയെ സ്വർഗ്ഗത്തിൽ സ്ഥിരമായി ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടതിനായിട്ട് ഭൂമിയിൽ എക്സിക്യൂട്ടീവ് ചെയ്യാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുക. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാനത് ചെയ്യണം. ഞാനത് ചെയ്യണം. പറ, ഞാനത് ചെയ്യണം. ഞാനത് ചെയ്യണം. ഞാനത് ആ കരവ് നേർത്തിട്ട് പറഞ്ഞ്, ഞാനത് ചെയ്യണം. ഞാനത് ചെയ്യണം. ഞാൻ ചെയ്യേണ്ടതിനാ വിളിച്ചിരിക്കുന്നത്. Yes. Amen. ഓ ളകബഹ സകബഹ സകബഹ സകബ റസകബഹ സലബ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, എനിക്കൊരു വിഷൻ ഉണ്ടായി. ആ വിഷൻ നിങ്ങൾക്ക് ലഭിച്ചതുപോലെ ഫീൽ ചെയ്ത ആളുകളുണ്ട്. അവരെൻ്റെ കൂടെ നിൽക്കാനുള്ളവരാ ആ വിഷനോടൊപ്പം. Rabalo. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും അതേപോലെ സ്വപ്നങ്ങളുണ്ടായി. ആ സ്വപ്നങ്ങൾ നിങ്ങളുടേതല്ല, സഭയുടേതായതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഒരേപോലെ തോന്നിയത്. Yes. നിങ്ങൾ അതിന് കൈകോർത്ത് പിടിച്ചാൽ മതി, നമ്മളൊരു സൈന്യമായി മുന്നേറാനായി തുടങ്ങും. This is my season. Amen. This is my time. Amen. ഇതെന്റെ കാലഘട്ടമോ, ഇതെന്റെ സമയമോ, ഇതെനിക്കുള്ള സീസണാണ്. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ നിന്ന് ഭൗമമണ്ഡലത്തിലേക്ക് നന്മകൾ വരുന്ന സമയം. Rababo. അടുത്തിരിക്കുന്നവരോട് പറ, സൂപ്പർ നാച്ചുറലിനെ ആഗ്രഹിക്കണം. Supernaturally ആഗ്രഹിക്കണം. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നാളെ കല്യാണത്തിന് അല്ല, നാളെ ഇന്ന ആവശ്യത്തിന് പണം വേണം. നമ്മുടെ തലയിലേക്ക് ആദ്യം വരുന്നത് എൻ്റെ സഹിതമാണ് പറയുന്നത്, ആരോട് ചോദിക്കാന്ന്. ഒരിക്കൽ പോലും ആ കാര്യം ഞാൻ ദൈവം പറഞ്ഞിട്ടാണല്ലോ ചെയ്തത് എങ്കിൽ ആ കാര്യത്തിന് വേണ്ടിയുള്ള പ്രൊവിഷനും അവിടെ നിന്നല്ലേ തരേണ്ടത് Yes. എന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. Shabba-ba-ba. ഞാനൊരു ദർശനം കണ്ടിട്ടല്ലേ ചെയ്തത് Yes. എങ്കിൽ ആ ദർശനം തന്ന ആളല്ലേ പറയണ്ടേ അതെന്താ ചെയ്യേണ്ടതെന്ന്. Hallelujah. അങ്ങനെയാണ് എങ്കിൽ സൂപ്പർ നാച്ചുറലുകൾ കൈകളിൽ സാധാരണമായി ഉണ്ടാകും. ഞാൻ കണ്ടത് കർത്താവ് കാണിച്ചതാണ് എങ്കിൽ അതിന് വേണ്ടത് മുഴുവൻ ആഡ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. പാറയ്ക്കകത്ത് ദൈവം വെള്ളം ഒളിപ്പിച്ചു വെച്ചിരുന്നു.
മാറയിൽ മധുരമാക്കാൻ ഒരു വടി ദൈവം വെച്ചിരുന്നു. ഇറ്റ് ഈസ് there. അതവിടെ ഉണ്ട്. നിങ്ങൾക്ക് അടുത്തിരിക്കുന്ന 4-5 പേരുടെ കൈ കൊടുത്തിട്ട് പറയാവോ, നീ അന്വേഷിക്കുന്നത് അവിടെ ഉണ്ട്. പറഞ്ഞോ, പറ, നീ അന്വേഷിക്കുന്നത് അവിടെ ഉണ്ട്. നീ അന്വേഷിക്കുന്നത് അവിടെ ഉണ്ട്. നീ അന്വേഷിക്കുന്നത് അവിടെ ഉണ്ട്. പറ, ശബ്ദകീർത്തി പറ, നീ അന്വേഷിക്കുന്നത് അവിടെ ഉണ്ട്. ശബ്ദകീർത്തി പറ, നീ അന്വേഷിക്കുന്നത് അവിടെ ഉണ്ട്. ഇറ്റ് ഈസ് there, it is there. എവിടാന്ന് ചോദിക്കുമ്പോ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. Come on, കൈ അടിച്ചോണ്ട് പറ, അത് അവിടെ ഉണ്ട്, അത് അവിടെ ഉണ്ട്. ആ പണം, അതിനു വേണ്ടിയ പണം, അത് അവിടെ ഉണ്ട്. അതിനുവേണ്ടി സമ്പത്ത്, അത് അവിടെ ഉണ്ട്. അതിനുള്ള വഴികൾ, അത് അവിടെ ഉണ്ട്. ഇറ്റ് വിൽ മാനിഫെസ്റ്റ്, അത് വെളിപ്പെട്ട് വരും. ഞാനൊരു സങ്കടം പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശ്വാസത്തിൽ വന്നപ്പോൾ ബൈബിള് എനിക്ക് നൽകപ്പെട്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണത്തിനും വിശുദ്ധീകരണത്തിനും മാത്രമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ചും കൂടെ അറിയാം, അതിന് മാത്രമല്ല, ആത്മലോകം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ കാണാൻ കൂടെയാണ്. കുറച്ചും കൂടെ കയറി പറയാം. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ദൈവം ചെയ്തിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നേ. പക്ഷേ എനിക്ക് ഇന്ന് കുറച്ചും കൂടെ അറിയാം, ദൈവമാണ് ചെയ്യുന്നത്. പക്ഷെ ദൈവം നേരിട്ട് ഒരു കാര്യം ചെയ്യാറില്ല, അവൻ്റെ സെർവൻസാണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ്, അവൻ്റെ ദൂതന്മാരാ ചെയ്യുന്നത്. ഒരു പടിയും കൂടെ, നിങ്ങൾ എപ്പോഴാണോ ആത്മലോകവും ആത്മലോകത്തിൽ പ്രവർത്തിക്കുന്നവരെയും പരിചയപ്പെടുന്നത്, അന്ന് കാര്യങ്ങൾ ഈസി ആകാൻ തുടങ്ങും. എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഫുൾ ടൈം പ്രവർത്തിക്കാൻ ഒരു മിനിമം ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട്. 2, നിങ്ങളുടെ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അത് നിങ്ങളെപ്പോലെ ഇരിക്കുന്ന ഒരാളാണ്. ലുക്ക് ലൈക്ക് യു. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കൂടെയുള്ള ഏഞ്ചൽസിനെ കാണിക്കുവാനും കാണുവാനും ഇടയായി. എൻ്റെ കൂടെ 11 ആളുകളുണ്ട്. 11 പേരിൽ എനിക്ക് സത്യത്തിൽ 2 പേരെ എപ്പോഴും പരിചയമുള്ളായിരുന്നു. ഇപ്പം എനിക്ക് ബാക്കിയുള്ള 9 പേരെയും വ്യക്തിപരമായിട്ട് അറിയാം. അവരെന്താ ചെയ്യുന്നതെന്നറിയാം. എനിക്ക് മനസ്സിലായി, എൻ്റെ കൈകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം തരുന്നതാണ്. പക്ഷേ ഈ ഭൂമിയിൽ അത് ചെയ്തു തരുന്നത് എല്ലാം സ്വർഗത്തിലെ ദൂതന്മാരാണ്. പരിശുദ്ധാത്മാവും ദൈവദൂതന്മാരും ചേർന്ന് അസാധാരണമായി എന്തോ എന്ന് ഈ ലോകത്തിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് വീട്ടിൽ പോയിട്ട് പറയണം, എൻ്റെ കൂടെ ആക്കിയിട്ടുള്ള ദൂതനെ എന്ന് കാണിച്ചു തരണേ. എത്ര പേര് പറയും? 2, എന്നോ കൂടെ ആക്കിയിരിക്കുന്ന ഏഞ്ചൽസിനോട് പറയണം, സ്വപ്നങ്ങൾ കാണണം. നാളത്തെ കാര്യം ഇന്ന് രാത്രി ഡ്രീമിൽ കാണണം. അടുത്ത ആഴ്ചത്തെ കാര്യം ഇന്ന് രാത്രിയിൽ ഡ്രീമിൽ കാണാം. സ്വർഗത്തിൽ ആൾറെഡി ഉണ്ട്. അത് വെളിപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിലെ ആളുകൾ പോരെ, വെളിപ്പെടുത്തേണ്ടതിന് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ നമുക്കവരെ പരിചയമില്ല. Get into it. Your life no more the same. You are getting into another spiritual realm. സഭ അടുത്തൊരു പ്രതലത്തിലേക്ക് പോകുമോ? സ്വർഗത്തിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഓരോ ജനത്തെക്കുറിച്ചും ഓരോ മക്കളെക്കുറിച്ചും കർത്താവിന് വലിയ ഉദ്ദേശമുണ്ട്, വലിയ പദ്ധതിയുണ്ട്. അതിനനുസരിച്ചാണ് നമ്മളെ കർത്താവ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവിക ഉദ്ദേശത്തിൽ ജീവിക്കുവാൻ കഴിയട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിന്റെ പേര് ജമുന. ഇരുമ്പനം എന്ന സ്ഥലത്തു നിന്നാണ് കടന്നു വരുന്നത്. മകൾക്ക് കിട്ടിയ ഒരു അത്ഭുത സാക്ഷ്യം പറയുവാനാണ്. ജമുന സിസ്റ്ററിന്റെ മോൾക്കാണ് അത്ഭുതം ഉണ്ടായത്.
മകൾ UK പഠിക്കുവാൻ പോയി. Okay. കഴിഞ്ഞ മാസം നടന്ന പരീക്ഷ വളരെ ടഫായിരുന്നു. Okay. ജയിക്കുമെന്ന് പോലും ഉറപ്പുണ്ടായില്ല. Okay. പക്ഷേ സിസ്റ്റർ വിശ്വാസത്തോടെ ചർച്ചിൽ വന്ന് പ്രാർത്ഥന വിഷയം എഴുതി പ്രാർത്ഥിച്ചു. Okay. ഉന്നത വിജയം അവർ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമായി ലഭിച്ചു എന്നാണ് സിസ്റ്റർ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നല്ല വിജയത്തോടെ പാസ്സാകാൻ കഴിഞ്ഞു. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷത്തോടെ. ഈ ബ്രദറിന്റെ പേര് ഷൈജു എന്നാണ്, പറവൂരിൽ നിന്നാണ് വരുന്നത്. ഈ ബ്രദറിന് 3 മാസമായിട്ട് ബീഫ് കഴിക്കുമ്പോൾ അലർജി ഉണ്ടായിരുന്നു. ബീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യമല്ലേ. അതുമൂലം ബ്രദറിന് കൈകാലുകളിൽ ചൊറിച്ചിൽ വരും, ശ്വാസം മുട്ടുന്ന അനുഭവത്തിലേക്ക് വരുമായിരുന്നു. അലർജി ഉണ്ടായിട്ട്, ബീഫിന് അലർജി ഉണ്ടായി. ഓക്കെ. കഴിഞ്ഞ നമ്മുടെ സീരിയസ് ആയിട്ട് ചിന്തിക്കാതിരിക്കരുത് കേട്ടോ. അങ്ങനെ കഴിച്ചിട്ട് മരണം വരെ ഉണ്ടായ ആളുകളെ നമുക്കറിയാം. ചെറിയ കാര്യമല്ല. ചില അലർജികൾ ശ്വാസം മുട്ടൽ കൊണ്ടുവരും. ചികിത്സിക്കാൻ പറ്റിയില്ലെങ്കിൽ ആൾ മരിച്ചു പോകും. കർത്താവ് ചിലരെ കരുതുന്ന കൃപയ്ക്കായി നന്ദി. പറഞ്ഞേട്ടെ. കഴിഞ്ഞ മാസത്തെ നമ്മുടെ പബ്ലിക് മീറ്റിൽ വന്നപ്പോൾ ബ്രദറിനോട് ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞ് ബീഫ് കഴിച്ചു നോക്കി, യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ബ്രദർ സാക്ഷ്യം. നല്ലോണം കഴിച്ചു. ബീഫൊക്കെ നമ്മൾ എങ്ങനെയാ ഒഴിവാക്കുന്നത് അല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷത്തോട് പോയാട്ടെ. സിസ്റ്ററുടെ പേര് സിസിലി സണ്ണി. കാക്കനാട് വാഴക്കാലെന്നാ വരുന്നത്. ഓക്കെ. ഈ സിസ്റ്ററിന്റെ ഹാർട്ട് ഇടക്ക് വളരെ ശക്തമായിട്ട് ഇടിക്കുമായിരുന്നു. ഹാർട്ടിന് ഇടിപ്പ് കൂടുതലായിരുന്നു. ഒരു 6 മാസമായിട്ട് ആ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോർമൽ ആകുകയും ചെയ്യും. കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു. ബ്രദറ് ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സിസ്റ്ററിന്റെ ഹാർട്ട് ബീറ്റ് നോർമലായി എന്നാണ് പറയുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ചേച്ചി എന്നു പറഞ്ഞ എന്തു ഹാർട്ടിന്റെ പ്രശ്നമായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് നല്ല സൗണ്ട് വരും, പിന്നെ സൗണ്ട് അങ്ങ് കുറയും. അപ്പം വന്ന് വിയർക്കും ശരീരം നല്ലതായിട്ട്. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. പോകുന്നില്ല. പോയാൽ അവർ ചെക്കപ്പ് ചെയ്യും പല. അത് ചേച്ചി പറയുന്നത് കുറച്ച് സീരിയസ് ആയ കാര്യമാണ്. ഇടിക്കുമ്പോൾ വേർക്കാന്ന് പറഞ്ഞ ആള് കുറച്ച് പന്ന സാധനമാണ്. പക്ഷേ അത് മാറിയെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ. വന്നപ്പോൾ ബ്രദർ ഇങ്ങോട്ട് തന്നെ വനജയോട് പറഞ്ഞ കൈ വെക്കാൻ പറഞ്ഞു. കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ അത് മാറി. അതെ, സിസ്റ്ററോട് ഞാൻ അങ്ങോട്ട് തൂത് പറയുക ഹാർട്ടിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് വലിയ കാര്യമോ. കർത്താവ് കണ്ടു എന്നതിന്റെ അർത്ഥം. സന്തോഷത്തോടെ കൈയടിച്ച് ആമേൻ പറഞ്ഞേട്ടെ. കൂടാതെ 2 കൈകൾ ഉള്ളം കൈകളിലും കുരുക്കളുണ്ടായിരുന്നു. 2 ഉള്ളം കൈയിലും കുരുക്കളുണ്ടായിരുന്നു. എന്ത് ഈ കുരുക്കൾ എന്ന് പറയുന്നത്? അരിമ്പാറ പോലെ? അരിമ്പാറല്ല, തടിപ്പ് പോലെ. അത് പക്ഷെ അലർജിയുടെ ആണോ എന്തോ, ഒന്നും ചൊറിച്ചിലൊന്നുമില്ല. പക്ഷെ തടിപ്പുണ്ടാവുമായിരുന്നു. അത് പരിപൂർണമായിട്ട് മാറിയോ? അത് എറണാകുളം ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു. എറണാകുളം ചർച്ചിൽ വന്നതാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ എത്ര വലിയതാണ്, അവന് നമ്മളോടുള്ള സ്നേഹം എത്ര വലിയതാണ്. നമ്മുടെ ലൈഫിൽ വേദനയിലോ നിരാശയിലോ അല്ലെങ്കിൽ പ്രയാസത്തിലോ ആവുന്ന സമയത്ത് കർത്താവ് ഏതൊക്കെ വിധത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത്, അവൻ ഏതൊക്കെ വിധത്തിലാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ആ നല്ല ദൈവത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന എല്ലാ ഭാരവും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. ജീവിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. കരുതുന്നൊരു ദൈവം നമുക്കുണ്ട്. എല്ലാവിധമായ നന്മയും എനിക്ക് വേണ്ടി തുറന്നു തരുന്നൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാ ഭാരവും കൊടുത്താട്ടെ. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എനിക്കൊരു ബ്രദറിനെ കാണാം. അദ്ദേഹത്തിൻ്റെ ശരീരത്ത് സ്കിന്ന് പ്രയാസമായിട്ട് ആ സ്കിന്ന് ഒന്നും കൂടെ കട്ടി പോലെയാക്കുകയാണ്, കറക്കുകയാണ്. അദ്ദേഹം നിറം കുറഞ്ഞൊരു വ്യക്തിയാണ്, എന്നാൽ ഇരുനിറത്തിൽ താഴെയുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ ആ സ്കിൻ ഡിസീസ് ഒന്നും കൂടെ അദ്ദേഹത്തെ നിറത്തെ മങ്ങിപ്പിക്കുവാനിടയായി. ശരീരം മുഴുവനും പ്രയാസത്തോടെയാണ് ആയിരിക്കുന്നത്, ശരീരം മുഴുവനും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അവിടുത്തെ സൗഖ്യം ആ ബ്രഹ്മമേ ചരിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ സൗഖ്യം ആ ബ്രഹ്മമേ ചരിക്കട്ടെ അപ്പാ. യേശുവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ.
താങ്ക് യു ജീസസ്. ഐ മീൻ എന്നാൽ അതേപോലെ എനിക്കൊരു കുടുംബത്തെ കാണാം. ഐ മീൻ ആ വീട്ടിലെ സിസ്റ്ററാണ്, അമ്മയാണ് ഈ പ്രോഗ്രാം കാണുന്നത്. ആ വീടിൻ്റെ ഒരു സൈഡ് ആസ്ബറ്റോസും ഒരു സൈഡ് ഓടുമാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചെറിയ പ്രയാസത്തോടെ ആയിരിക്കുന്നു. ഐ മീൻ മഴയെ പ്രതി ഒത്തിരി പ്രയാസം ആ വീട്ടിൽ അനുഭവിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയൊരു വാതിൽ, വലിയൊരു പ്രൊവിഷൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തിനായി നന്ദി പറയുന്നു, ദൈവിക പദ്ധതിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ ലിസ എന്നാണോ ലിസി എന്നാണോ എന്നറിയത്തില്ല, ഒരു പേരെനിക്ക് കാണാം. ഐ മീൻ ആ വ്യക്തിയുടെ ലൈഫിലും കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ, ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, എല്ലാവിധമായ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. വലിയ അനുഭവങ്ങളിൽ, ദൈവിക ബ്ലെസ്സിങ്ങളിൽ കർത്താവ് നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകട്ടെ. ഗോഡ് ബ്ലെസ് യു.